നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു വിഷുക്കഞ്ഞി ചക്കപ്പുഴുക്കും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പണ്ടൊക്കെ വിഷുവിൻ്റെ അന്ന് രാവിലെ എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു വിഭവമാണ് വിഷുക്കഞ്ഞിയും ചക്കപ്പുഴുക്കും. ഇപ്പം ഇതൊന്നും ആരും ഉണ്ടാക്കാറില്ല. അപ്പം നമുക്കിന്ന് ഈ ഒരു വിഷുക്കഞ്ഞിയും ചക്കപ്പുഴുക്കും എങ്ങനെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതെന്ന് കണ്ടു നോക്കിയിട്ട് വരാം. ആദ്യം നമുക്ക് വിഷുക്കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് പ്രധാനമായിട്ടും വേണ്ടത് പുളിയമരയാണ്. പുളിയമര എന്ന് പറഞ്ഞാൽ അമരക്ക ഉണങ്ങിയ കുരുവാണ് കേട്ടോ. ഇത് കണ്ടല്ലേ, ഇതാണ്. ചിലർക്കൊക്കെ അറിയായിരിക്കും, അറിയാത്തവരുണ്ടെങ്കിൽ നോക്കട്ടോ. ഇത് കണ്ടല്ലേ, അടുത്തേക്ക് കാണിക്കാം. ഇത് മുഴുവനും നമുക്ക് വിഷുക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ട കേട്ടോ. ഇതിൽ നിന്നൊരു അരക്കപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ. 100 ഗ്രാം പുളിയവര. പിന്നെ വേണ്ടത് ചെറുപയറാണ്. ചെറുപയർ ഒരു 1/4 കപ്പ് എടുക്കുന്നുണ്ട്, 50 ഗ്രാം. പിന്നെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്, 200 ഗ്രാം. അരി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉണക്കലരിയാണ്. ഉണക്കലരി എടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. ഇനി അതില്ലെങ്കിൽ മാത്രം വെള്ളപ്പച്ചരി എടുക്കാം. അതേപോലെ തന്നെ ചെറുപയർ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് അരിയും പുളിയവരയും മാത്രം ഉപയോഗിച്ചിട്ടും വിഷുക്കഞ്ഞി ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമുക്ക് ഈ പയർ രണ്ടൊന്ന് വേറെ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ചെറുപയർ കഴുകിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് വറുത്തെടുക്കാം. പയറിൻ്റെ ഈ പച്ചക്കളറൊക്കെ അങ്ങ് പോയിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരും, അതുവരെ അങ്ങ് വറുത്തെടുക്കാം. അതുപോലെ തന്നെ പയർ മൂത്ത നല്ലൊരു മണം വരും, അതുവരെ നമുക്ക് വറുത്താൽ മതി. ഇപ്പോൾ ഇതാ പയറിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്, നല്ല പയർ മൂത്ത മണം വരുന്നുണ്ട്. ഇത് നമുക്ക് ചീനച്ചട്ടിയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഇതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ നമുക്ക് പുളിയോര കഴുകി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. രണ്ടും വെള്ളം കളഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വറുത്തെടുക്കാം. കുറച്ച് നേരം ഒന്ന് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ പുറം ഭാഗത്ത് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ കാണുന്നില്ലേ, ഇതുവരെ അങ്ങ് വറുത്താൽ മതി. ഇത് നമുക്ക് നല്ലൊരു മണം വരുമ്പോൾ കോരിയെടുക്കാം. ഇത് രണ്ടും ഒന്ന് തണുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തോല് കളഞ്ഞിട്ടൊന്ന് പരിപ്പ് പുറത്തേക്ക് എടുക്കണം. ചെറുപയർ പെട്ടെന്ന് തോല് കളയാൻ പറ്റും കേട്ടോ. അതേസമയം പുളിയോര ചെറുപയറിനെ വെച്ച് നോക്കുമ്പോൾ അത്ര പെട്ടെന്ന് തോല് കളഞ്ഞെടുക്കാൻ പറ്റില്ല. അമ്മിക്കല്ലുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഒന്ന് അരങ്ങിയെടുത്താൽ മതി കേട്ടോ. അതല്ലെങ്കിൽ ഇതുപോലെ മുളേൻ്റെ മുറം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് പയറിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന കല്ലുണ്ടല്ലോ, അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരങ്ങിയെടുത്താൽ മതി. അപ്പം ഇതിൻ്റെ ഉള്ളിൽ പരിപ്പ് പുറത്തേക്ക് വന്നോളൂ കേട്ടോ. അരങ്ങാന്ന് പറഞ്ഞാൽ നമ്മൾ അരച്ചും എടുക്കുന്നില്ല, എന്നാൽ കുത്തി പൊട്ടിച്ചെടുക്കുന്നുമില്ല. വെറുതെ ഒന്ന് ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് അമർത്തിയെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. കുറച്ച് ബലം പ്രയോഗിക്കേണ്ടി വരും കേട്ടോ പുളിയോര. ഇതിൻ്റെ തോല് കുറച്ച് കട്ടിയുണ്ട് ചെറുപയറിനെ വെച്ച് നോക്കുമ്പോൾ. നന്നായിട്ടൊന്ന് അരങ്ങിയെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പരിപ്പൊക്കെ പുറത്തേക്ക് വരും. ഇനി നമുക്ക് ഇതേ മുറത്തിൽ തന്നെ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലെ പരിപ്പൊന്ന് പാറ്റി കൊഴിച്ചെടുക്കാം. ചില ഉരുവൊക്കെ മുഴുവനായിട്ട് അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. ചിലതൊക്കെ ഒന്ന് അടർന്നിട്ട് രണ്ടായിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ ചെറുപയർ വന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് പരിപ്പൊക്കെ ഒന്ന് പുറത്തേക്ക് മാറ്റിയെടുക്കുക. ഇപ്പം ഇതാ 2 പയറും അതിൻ്റെ തൊലിയൊക്കെ പാറ്റിക്കളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ പരിപ്പ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. കുക്കറിലാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വേവിക്കാൻ പറ്റും. പക്ഷെ ഞാനിപ്പോൾ അടികട്ടിയുള്ള ഒരു ഉരുളിയിലിട്ടിട്ടാണ് വേവിക്കുന്നത്. കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ ഇത് രണ്ടും കൂടി ഇട്ടിട്ട് ഒരു വിസിലടിച്ചാൽ മതിയേ, വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളും. 2 പയറും കൂടെ ഒരുമിച്ചിട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇതുപോലെ കഴുകുന്ന സമയത്തും വെള്ളത്തിലേക്ക് അതിൻ്റെ തൊലിയൊക്കെ പൊങ്ങിക്കിടന്നോളൂ. അപ്പോൾ നമുക്കതിന് എളുപ്പത്തിൽ മാറ്റിക്കളയുകയും ചെയ്യാം. ഇതുപോലെ മുറം അതല്ലെങ്കിൽ അമ്മിക്കല്ലോ ഇല്ലെങ്കിൽ നമുക്ക് അരങ്ങിയെടുക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാം, മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. വറുത്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ചൂട് പോയിട്ട് എന്നിട്ട് ഒറ്റത്തവണ മാത്രം ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പരിപ്പൊക്കെ പുറത്തേക്ക് വന്നോളും. മുഴുവനായിട്ട് കിട്ടിയില്ലെങ്കിലും ഒന്ന് പൊടിഞ്ഞു പോകും, അത് കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ഇതുപോലെ രണ്ടൊന്ന് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കഴുകിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ തൊലിയൊക്കെ മുകളിലേക്ക് പൊങ്ങി വന്നോളും വെള്ളത്തിൽ. എന്നിട്ട് അതങ്ങ് എടുത്ത് മാറ്റിയാൽ മതി. ഞാനിപ്പോൾ ഇതാ പരിപ്പൊന്ന് കഴുകിയിട്ട് ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചോ കേട്ടോ. ഞാനൊരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ. കാരണം നമ്മളിത് കുക്കറിലിട്ടാൽ തന്നെ ഒരു വിസിൽ മതി, അപ്പോൾ പെട്ടെന്ന് വേവുന്നുണ്ടല്ലോ. അപ്പോൾ അടുപ്പിലാകുമ്പോൾ കുറച്ചും കൂടി ഒരു സമയം എടുക്കുന്നേ ഉള്ളൂ, എന്നാലും പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുക്കണേ. നമ്മൾ ഈ പയറും അരിയൊക്കെ തേങ്ങാപ്പാലിലാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് പയർ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള തേങ്ങാപ്പാലൊന്ന് എടുത്ത് വെക്കാം. ഞാനിവിടെ 2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. എന്നിട്ട് ഒരു അരിപ്പയിൽ കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കൈകൊണ്ട് അമർത്തി പിഴിഞ്ഞ് അതിൻ്റെ പാലൊന്ന് അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കാം. ഇപ്പം ഇതാ 1 കപ്പ് 1-ാം പാൽ കിട്ടിയിട്ടുണ്ട്, നല്ല കട്ടിയുള്ള 1-ാം പാൽ. ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള തേങ്ങാപ്പേര ഉണ്ടല്ലോ, ഇതിലേക്ക് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മിക്സിയിലൊന്ന് അടിച്ചിട്ട് അരിപ്പയിൽ കൂടെ അങ്ങ് കൈകൊണ്ട് അമർത്തി പിഴിഞ്ഞ് ഞരടി അതിൻ്റെ പാലൊന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ കിട്ടുന്ന 5 കപ്പ് തേങ്ങാപ്പാൽ മാറ്റി വെക്കുക. കാരണം ഇതിൽ നമുക്ക് അരിയും കൂടി ഇട്ട് വേവിക്കാനുള്ളതാണ്. അപ്പോൾ കൂടുതൽ തേങ്ങാപ്പാൽ വേണേ. 5 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്.
ഇപ്പോഴേക്കും നമ്മൾ നേരത്തെ വേവാൻ വെച്ചിരുന്ന പയറുണ്ടല്ലോ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും. പയർ ഒരുപാട് വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഈ അരി വെന്ത് വരുമ്പോഴേക്കും കുറച്ചും കൂടി ഒന്ന് വെന്ത് വന്നോളല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അരി 1 കപ്പ് മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിയും കൂടെ വേവാൻ ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 2-ാം പാലാണ് ഒഴിക്കുന്നത്. 5 കപ്പ് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ അങ്ങ് വേവിച്ചെടുക്കാം. 2-ാം പാലിലാണ് നമ്മൾ വേവിക്കുന്നത് എങ്കിൽ കൂടിയും ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിക്കണേ. അരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് പെട്ടെന്നാവും കേട്ടോ. പയർ വേവുന്ന അത്രയും സമയം എടുക്കൂല അരി വേവാന്. ഇപ്പം ഇത് അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വേവണം കേട്ടോ. നമ്മളിത് കഞ്ഞിയല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നന്നായിട്ടൊന്ന് വെന്തോട്ടെ. വെള്ളം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇടയ്ക്ക് പാൽ തന്നെ ഒഴിച്ചു കൊടുക്കണമെന്നില്ല, ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അരി വെന്തിട്ടുണ്ടല്ലോ, ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എല്ലാവർക്കും ഉപ്പ് കഞ്ഞിക്ക് ഒരേപോലെ ആയിരിക്കണം എന്നില്ലല്ലോ. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി. നമ്മളിത് തേങ്ങാപ്പാലിലാണ് വേവിച്ചെടുത്തത്, എന്നാലും കുറച്ചും കൂടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 2 കൈപ്പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം കുറവ് പോലെയുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്താൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1-ാം പാൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള വിഷുക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണക്കലരി തേങ്ങാപ്പാലിൽ വെന്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എന്നാലും ഇത് നമ്മൾ വെറുതെ അല്ല കഴിക്കുക. ഇതിൻ്റെ കൂടെ ചിലപ്പോൾ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നവരുണ്ട്, അതല്ലെങ്കിൽ കൊണ്ടാട്ടമൊക്കെ കൂട്ടിയിട്ട് കഴിക്കുന്നവരുണ്ട് കേട്ടോ. നമുക്ക് ഇന്ന് ഇതിൻ്റെ കൂടെ ഒരു ചക്കപ്പുഴുക്കും കൂടി ഉണ്ടാക്കുന്നത് കാണാം. അപ്പോൾ ഞാനതിൻ്റെ തൊലിയും കുരുവും ചവണിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞെടുത്തത് ഒരു 1 കിലോ ഉണ്ട്. 7 കപ്പ് ചക്ക അരിഞ്ഞതുണ്ട്. ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ചക്കക്കുരു അതിൻ്റെ തൊലി ഒന്ന് ചിരണ്ടി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു 1/2 കപ്പ് എടുക്കുന്നുണ്ട്. ചക്കക്കുരു നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ 1/2 കപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചക്കക്കുരു നന്നായിട്ട് വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ പാത്രത്തിൻ്റെ അടിഭാഗത്തിട്ട് എന്നിട്ട് അതിന് മുകളിലേക്ക് ചക്ക ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തിട്ടൊന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു വാഴയില വെച്ചിട്ട് മൂടുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിലേക്ക് അടപ്പ് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വാഴയിലേൻ്റെ ഫ്ലേവറും കൂടെ ചക്കപ്പുഴുക്കിലേക്ക് കിട്ടിക്കോളും. ഉണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കാം. 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ചക്ക നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ചക്ക വേകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കാന്താരി മുളകും വെളുത്തുള്ളിയും ജീരകവും എടുത്തിട്ടുണ്ട്. പിന്നെ അരപ്പ് ചക്കയിൽ വെളുത്ത് കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ കൂട്ടിയിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ വേണമെങ്കിൽ 1-2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളക് ഒരു 20 എണ്ണം എടുത്തിട്ടുണ്ട്. കാന്താരി മുളക്, മുളകിൻ്റെ എരിവ് നോക്കിയിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി ചെറുതൊരു 4 എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ജീരകവും മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ വെച്ചെടുത്തിട്ടുണ്ട്. ജീരകം ഒരു 1/2 ടീസ്പൂൺ വരെ ആകാം കേട്ടോ. പിന്നെ തേങ്ങയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം. ഒറ്റ തവണ മാത്രം ഒന്ന് പൾസ് ചെയ്താൽ മതി, ഒരുപാട് അരഞ്ഞു പോകരുത്. അമ്മിക്കല്ലിലാണെങ്കിൽ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അപ്പോൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ചക്ക വേവാൻ വെച്ചിട്ടൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇലയൊക്കെ ഇത് കണ്ടില്ലേ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ചക്കയൊക്കെ വെന്തിട്ടുണ്ടാകും. നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളമൊന്നും വറ്റിപ്പോയിട്ടൊന്നുമില്ല കേട്ടോ. ചക്കയൊക്കെ വെന്തിട്ടുണ്ട്, ചക്കക്കുരുവും വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങേൻ്റെ അരപ്പങ്ങ് ഇട്ട് കൊടുക്കാം. ചക്കയൊന്ന് സൈഡിലേക്കൊന്ന് വകഞ്ഞ് മാറ്റിയിട്ട് അരപ്പവിടേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ചക്കയും കൊണ്ട് തന്നെ അത് വകഞ്ഞ് നമുക്കിതൊന്ന് മൂടി വെക്കാം, അരപ്പ് മൂടി വെക്കാം. ഇനി വീണ്ടും ഇല വെച്ചിട്ട് മൂടിയിട്ട് നമുക്ക് നേരത്തെ പോലെ തന്നെ അടപ്പ് വെച്ചിട്ട് അങ്ങ് മൂടി വെക്കാം. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ കേട്ടോ. തേങ്ങ ഒന്ന് വെന്ത് വരട്ടെ. ജീരകത്തിൻ്റെയും വെളുത്തുള്ളിൻ്റെ പച്ചമുളകിൻ്റെയൊക്കെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കോട്ടെ. ഇപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് തേങ്ങ ചക്കേൻ്റെ എല്ലാ ഭാഗത്തേക്ക് ആവുന്ന രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ചിലർക്കാണെങ്കിൽ ചക്ക ഒട്ടും അടയാതെ ആയിരിക്കും ഇഷ്ടം, വേറെ വേറെ കിടക്കുന്നതായിരിക്കും ഇഷ്ടം. ചിലർക്കാണെങ്കിൽ നന്നായിട്ട് കുഴഞ്ഞ ചക്കയായിരിക്കും ഇഷ്ടം. ഞാനിപ്പോൾ ഒന്ന് കുറച്ചൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കയ്യിലിൻ്റെ ബാക്ക് ഭാഗം വെച്ചിട്ട് അങ്ങ് കുഴച്ചെടുത്താൽ മതി. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൈ കൊണ്ടൊന്ന് ഞെരടിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കഞ്ഞിയിലൂടെ ഒന്ന് വിളമ്പാം.
ഒരു പ്ലേറ്റിലേക്ക് 2 തവി കഞ്ഞി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു പാകത്തിലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കൂടുതൽ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാം പാൽ ഒഴിച്ച് നമ്മൾ വേവിക്കുന്ന സമയത്ത് രണ്ടാം പാൽ ഒഴിച്ച് തന്നെ ലൂസാക്കി എടുക്കാം. അതല്ലെങ്കിൽ ചൂടുവെള്ളം ചേർത്തിട്ട് ലൂസാക്കി എടുക്കാം. ഇനി ഇതാ നമ്മുടെ ചക്കപ്പുഴുക്ക് എടുക്കാം. കുറച്ച് തൈര് എടുക്കാം. പിന്നെ ഇതാ മുളക് കൊണ്ടാട്ടം പാവക്ക കൊണ്ടാട്ടം ഉണ്ട്. ഇനി വേണമെങ്കിൽ 2 ചുട്ട പപ്പടവും പുളിക്ക് വേണമെങ്കിൽ കുറച്ച് അച്ചാറും കൂടി എടുക്കാം. ഇതൊക്കെ കൂട്ടിയിട്ടാണ് വിഷുക്കഞ്ഞി കഴിക്കുക. ഇതെല്ലാം വേണമെന്നില്ല കേട്ടോ കഞ്ഞി കുടിക്കണമെങ്കിൽ. നമുക്ക് കഞ്ഞി തന്നെ കുടിക്കാം. അതല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിലും മതി. എന്നാലും വിഷുക്കഞ്ഞിൻ്റെ കൂടെ സാധാരണ ഇതേപോലെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയിട്ടാണ് കഴിക്കുക. ചക്കപ്പുഴുക്ക് ഇല്ലെങ്കിൽ കൊണ്ടാട്ടം മുളക് മാത്രം മതി കേട്ടോ കഴിക്കാൻ. അപ്പോൾ വിഷുക്കഞ്ഞിനെ കുറിച്ച് ഇതുവരെ കേൾക്കാത്തവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ പണ്ടൊക്കെ വിഷുക്കഞ്ഞി ഉണ്ടാക്കി കഴിച്ചവർക്ക് ഇതൊരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ താഴെ എഴുതണം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കണ്ടില്ലേ, അതും അതിലെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.